6 വരെയുള്ള വചനങ്ങൾ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതി. സ്തുതി. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. നമുക്ക് ഹൃദയമായിട്ട് അറിയാം, ഇപ്പൊ നമ്മളിപ്പോ പകലാണെങ്കിലും ഒരു ഭയാനകത ജനിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. ഇപ്പോ നമ്മൾ റൂട്ടിലേക്ക് ഇറങ്ങിയാല്, യാത്രകളിലേക്ക് ഇറങ്ങിയാല് ഉള്ള ഭയം, അതായത് ആക്സിഡന്റ് വരാൻ സാധ്യതയുണ്ട്, മറ്റുള്ളവർക്ക് അപകടം വരാൻ സാധ്യതയുള്ളത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ ഇടയുണ്ട്. അങ്ങനെ ഒത്തിരി ഉണ്ട്. രാത്രിയിലെ ഭീകരത എന്ന് പറയുമ്പോൾ ഒരു ഇരുട്ടാണ് അല്ലെ. നമ്മള് ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണുകള് ഇരുട്ടായി പോകുന്ന സമയങ്ങളുണ്ട് അല്ലെ. നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന സമയത്ത് പോലും ഇരുട്ടായി പോകുന്ന അവസ്ഥകള്. അപ്പോ അങ്ങനെയാണെങ്കിൽ രാത്രിയിലെ ഭീകരത എത്രമാത്രം ഭയാനകമായിരിക്കും. നമ്മളുടെ ഓരോ ജീവിത യാത്രകളിലും ഈ അന്ധകാരം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ അത് തൊടാനും നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവന് ആ ഒരു മേഖലകളിൽ അവന് വിജയിക്കാൻ പറ്റാത്തതിന്റെ കാരണം ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അവനറിയാവുന്നുണ്ട്. അല്ലെ, ഞാൻ സങ്കീർത്തനം 71 വചനഭാഗം ഇങ്ങനെ പറഞ്ഞായിരുന്നു. സങ്കീർത്തനം 71 11 വചനം ഇങ്ങനെയാണ്: ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു, പിന്തുടർന്ന് അവനെ പിടികൂടുവിൻ, അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്നവർ പറയുന്നു. ഇത് പകലായാലും രാത്രിയായാലും സാധ്യമാക്കുന്ന ഒരു അവസരമാണ് പിശാചിന്. ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ ആത്മാവ്, അവന്റെ ജീവിതം ഒരു അന്ധകാരത്തിലാണ്. അവനെ പിന്തുടർന്ന് അവനെ പിടികൂടുവിൻ എന്ന് പറയുമ്പോൾ അവന് പകലാവാം, രാത്രിയാവാം, ഏത് സമയമാവാം അല്ലേ. അപ്പോ ദൈവം ഒരുവനെ പരിത്യജിച്ചു കഴിഞ്ഞാൽ അവന് അന്ധകാരത്തിന്റെ ഭീകരതയുടെ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരും. അപ്പോ അവനവനിലുള്ള അന്ധകാരത്തെ കുറിച്ചും അവനവനിലുള്ള ദൈവിക നന്മയെ കുറിച്ചൊരു ബോധറിങ് ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അതിജീവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തൊട്ടവചനം പറയുന്നത്, 12-ാമത്തെ വചനം, ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ, എന്റെ ദൈവമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ദൈവം എന്നിൽ നിന്ന് അകന്നിരുന്നു കഴിഞ്ഞാല് എന്നിലുണ്ടാവുന്ന അന്ധകാരം എന്നെ വിഴുങ്ങുവാൻ തക്കവിധം വലുതാണ്. അതായത് നമ്മളെ വിഴുങ്ങി നശിപ്പിക്കുവാൻ, അതായത് നമ്മളെ ഇല്ലാതാക്കുവാൻ തക്കവിധം ശക്തിയുണ്ട് പൈശാചികതയ്ക്ക്. അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേല് അന്ധകാരം വന്നു നിറയുന്നത് എപ്പോഴാണ്? അകന്നിരിക്കുമ്പോഴാണ്. ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോ അവനിൽ അന്ധകാരം കൊണ്ട്, അത് പകലായാലും രാത്രിയായാലും ഒരുപോലെ. ചില മനുഷ്യര് പുറത്തിറങ്ങില്ല, വീട്ടിലിന്റെ അകത്ത് തന്നെ ആയിരിക്കുള്ളൂ. ഞങ്ങളുടെ കുറച്ച് അടുത്തായിട്ട് ഇവിടെ ഒരു IAS പഠിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ 2-3 പ്രാവശ്യം ടെസ്റ്റ് എഴുതി എക്സാം ചെയ്തിട്ട് അവൻ തോറ്റുപോയി. അവൻ എന്നിട്ട് വീടിന്റെ പുറത്തിറങ്ങി, നല്ല മിടുക്കനാണ്,
നല്ല ആക്ടിവിറ്റി KCYM-ലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ട് ശുശ്രൂഷ ഒക്കെ ചെയ്തതെന്ന് വെച്ചാൽ നല്ല ഒരു മിടുക്കനായിരുന്നു. അപ്പൊ ഈ വ്യക്തിക്ക് കാലിബറുണ്ട്, കഴിവുണ്ട് അല്ലെ, ഈ ഒരു പഠനത്തിലേക്ക് വരണമെങ്കിൽ അതുപോലെ കഴിവുണ്ട്. പക്ഷെ തോൽവി എല്ലാവർക്കും സാധാരണമാണ് അല്ലെ. തോൽവി അത് പക്ഷെ അംഗീകരിക്കാനുള്ള മനസ്സില്ലാതെ വരുമ്പോഴാണ് അന്ധകാരത്തിലേക്ക് ഇങ്ങനെ അടച്ച് കൂട്ടി ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പോ വലിയ വിഷമത്തിലും വേദനയിലാണ് അവരുടെ മാതാപിതാക്കള്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നുമില്ല, പുറത്തിറങ്ങില്ല. ഇപ്പൊ പകലായാലും രാത്രിയായാലും പുറത്തിറങ്ങില്ല. അപ്പോ ഇത് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കണ്ട. നിനക്ക് നിന്റെ ജീവിതത്തില് കടന്നു വരുന്ന ഒരുപാട് അന്ധകാര അവസ്ഥകൾ ഉണ്ടാവാം. നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം ഉണ്ടാവാം. നട്ടുച്ചയ്ക്ക് എന്ന് പറഞ്ഞ പ്രകാശത്തിലായിരിക്കുമ്പോൾ തന്നെ നിന്നെ അപകടത്തിലാക്കാനുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ടാവാം. പക്ഷെ നീ എന്താ ചെയ്യുക? കർത്താവ് പറയണത് നീ അതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നീ വിശ്വസിക്കുന്നത്, നീ പ്രത്യാശിക്കുന്നത് നീ എന്നിലാണ്, ദൈവമായ സർവശക്തനായ ദൈവത്തിലാണ് പ്രത്യാശിക്കുന്നത്. ഇപ്പോ ഇന്നലെ എന്റെ ഹസ്ബൻഡ് വണ്ടിമേ നമ്മൾ ചെറുതായി വീഴും. അപ്പോ ഞാൻ പറഞ്ഞു പോകണ്ട എന്ന് പറയാം. ഒരു കാര്യത്തിന് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പോകണ്ടെങ്കിൽ തിരിച്ചു പോരുന്നു പറഞ്ഞു. അപ്പൊ പുള്ളി പോയിട്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയില്ല. അതിന് മുമ്പ് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടി ഉരുണ്ട് വീണാനെന്ന്. അപ്പോ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴൂലായിരുന്നു. അപ്പോ എന്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ചിലപ്പോ പലതും സംഭവിച്ചാനെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ ഹെൽമെറ്റ് പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഞാൻ എന്റെ ഒരു പുതിയ ഹെൽമെറ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ എന്നോട് ഇന്നലെ പുള്ളി പറഞ്ഞ നിനക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിന്നെ സംരക്ഷിക്കാൻ ദൈവം ഉണ്ടല്ലോ. അപ്പോ നമ്മളുടെ ആ ഉള്ളിലുള്ള ആ പ്രകാശം, ആ ശക്തി എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉള്ളിൻ്റെ ഉണ്ടാവണം. ഉള്ളിനുള്ളിൽ ഉണ്ടെങ്കിലാണ് നമ്മളുടെ മുമ്പിൽ വരുന്ന പല ഇരുട്ട് കയറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ ഇരുട്ട് കയറാം അല്ലെ. നമുക്കൊരു വാർത്ത കേട്ട് നമ്മളിപ്പോ വളരെ നട്ടുച്ചക്കാണ് ഒരു വാർത്ത കേൾക്കുന്നത്. പക്ഷെ നമുക്ക് കേൾക്കുന്ന വാർത്ത നമുക്ക് എന്തായി മാറും? നല്ലതല്ലെങ്കിൽ നമുക്ക് ഇരുട്ടായി. നമുക്കൊരു അന്ധകാരം, നമ്മുടെ മനസ്സ് മൊത്തം ഡൗൺ ആയി. ചില വാർത്തകൾ കേട്ട് അബോധാവസ്ഥയിലെ ഉടനെ തന്നെ ഹൃദയസ്തംഭനം വന്ന് മരിച്ചുപോയി എത്രയോ മനുഷ്യരുണ്ട് അല്ല. അപ്പൊ നമ്മളിൽ കൂടുതൽ ബലം പ്രയോഗിക്കാതെ, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ, നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെ, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ നയിക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിലേക്ക് നോക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയൊരു സംരക്ഷണം നമ്മൾ തന്നെ അനുഭവിച്ചറിയും. അതുകൊണ്ടാണ് ഈ വചനങ്ങളെല്ലാം വേര് പിടിച്ചു പോന്നിരിക്കുന്നതിന്റെ ഒന്നാമത്തെ വചനം, അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ ഞാൻ വസിക്കണം, സർവശക്തന്റെ തണലിൽ ഞാൻ കഴിയണം. എങ്കിലും മാത്രമാണ് ഈ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. സെബാസ്റ്റ്യൻ വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചും കൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ ശിമിശയ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവിടുന്ന് ഈ
മറിയത്തിന്റെ സ്തോത്രഗീതത്തില് അവിടുന്ന് പറയുന്നത് തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. തന്റെ കരുണയെ ഓർത്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനം നിലനിർത്തുന്നത്, അല്ലെ? ദൈവത്തിന്റെ വാഗ്ദാനം നിലനിർത്താനുള്ള യോഗ്യത നമ്മുടെ ജീവിതത്തിന് പലപ്പോഴും ഇല്ല എന്നുള്ള കാര്യം നല്ല ഉറപ്പാണ്, അല്ലെ? ഉണ്ടോ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാനുള്ള യോഗ്യത നമുക്കുണ്ടോ? ഇല്ല. പലപ്പോഴും നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്നുള്ള ജീവിത അനുഭവങ്ങളും ചിന്തകളും പ്രവൃത്തികളും സംസാരങ്ങളും നമ്മളുടെ ജീവിതത്തിൽ കൂടി തന്നെ നമ്മൾ തെളിയിക്കുന്നുണ്ട്. പിന്നെയും ദൈവം എന്തുകൊണ്ട് നമ്മളെ നിലനിർത്തുന്നു, കരുണ കാണിക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്വഭാവം അതാണ്, അല്ലെ? ഞാൻ എന്ന വ്യക്തിക്ക് നമ്മളൊരു മണ്ണിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റല് നമ്മളത് ഇടിച്ചു പൊടിച്ച് എത്രമാത്രം അതിനെ തരിയാക്കിയാലും ഈ മെറ്റലിന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. ഒരു വ്യത്യാസം വരില്ല. കാരണം മെറ്റലിന്റെ ആകൃതിയിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, സ്വഭാവത്തിന് വ്യത്യാസം വരുന്നില്ല, അല്ലേ? പക്ഷെ നമ്മളുടെ ജീവിതത്തില് നമ്മൾക്ക് പല സ്വഭാവം, അല്ലേ? അതെ. നമുക്കൊരു സ്ഥിരമായ സ്ഥായിയായ ഒരു സ്വഭാവ സവിശേഷതകൾ നമുക്ക് നിലനിർത്താൻ പറ്റും. അത് മനുഷ്യന്റെ ഒരു ബലഹീനതയുടെ അവസ്ഥയാണ്. അപ്പൊ പക്ഷെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നതും നയിക്കുന്നതും സംരക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതും കരുണ കാണിക്കുന്നതും, അല്ലെ? അപ്പൊ ഇതിന്റെ മുകളിൽ എന്താണ്? നമ്മളോട് വ്യക്തിപരമായി നമ്മൾക്കുള്ള ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റുവാനായിട്ട് ദൈവം നമ്മളോട് എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. കരുണ കാണിച്ചാൽ മാത്രമേ ആ വാഗ്ദാനത്തിലേക്ക് നമുക്ക് ഞാനിപ്പോ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു 33 വയസ്സായി എന്നുള്ള സമയത്താണ് എനിക്ക് ബോധം വെച്ചതെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എനിക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, പക്ഷെ ദൈവവിചാരമില്ലായിരുന്നു, ദൈവത്തെ കുറിച്ചുള്ള ചിന്തയില്ലായിരുന്നു എന്ന് വിചാരിച്ച് എനിക്ക് ബുദ്ധിയും ബോധവും ഉണ്ടായിരുന്നു, അല്ലെ? നമുക്കിപ്പോ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടും ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? അല്ല. ബോധമില്ലാഞ്ഞിട്ടല്ല, അറിവില്ലാഞ്ഞിട്ടല്ല. നമുക്ക് അതിനെ കുറിച്ചുള്ള ദൈവിക ചിന്തകൾ ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു സ്നേഹവും കരുണയും നമ്മളുടെ ജീവിതത്തിൽ തൊട്ടറിയുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ മാത്രമേ നമുക്കിപ്പോ പ്രായമൊന്നും അല്ല പ്രശ്നം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചിന്തകള് നമുക്ക് പുറത്തു കളയണം. അതായത് ബുദ്ധിയുടെ ചിന്തകൾ പുറത്തു കളഞ്ഞാൽ ദൈവചിന്തകൾ അകത്ത് കയറും. ബുദ്ധി നമുക്ക് എപ്പോഴും ബുദ്ധി നമുക്ക് തരുന്നത് എന്തിനാ? ദൈവത്തെ നിന്ദിക്കാനല്ല, അല്ലേ? ആണോ? ദൈവത്തെ അറിയാനാണ്, അല്ലെ? ദൈവിക കാര്യങ്ങൾ വിവേചിച്ചറിയാനാണ്, അല്ലെ? സോളമൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജനത്തെ നയിക്കുവാൻ എനിക്ക് ജ്ഞാനവും അറിവും തരണമേന്ന് പറഞ്ഞു. പക്ഷെ സോളമൻ അത് ആവശ്യത്തിനുണ്ട്, പക്ഷെ അത് വിവേകിച്ചറിയാനായിട്ടുള്ള ഒരു കൃപ, അല്ലെ? ദൈവിക കാര്യങ്ങളും ലോകത്തിന്റെ കാര്യങ്ങളും മനുഷ്യന്റെ ചിന്തകളും ഒക്കെ ഒന്ന് വിവേചിച്ചറിയുവാനുള്ള, വേർതിരിച്ചറിയുവാൻ, പതിരും കതിരും തിരിച്ചറിയുവാനുള്ള ഒരു വരം തരണമേ എന്നാണ് പറയുക. ഇപ്പൊ നമുക്കും അത് തന്നെ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെ? നമ്മുടെ കുടുംബജീവിതങ്ങളില് ദൈവിക കാര്യങ്ങള് ഏതെല്ലാം വഴി കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന അപകടങ്ങളുടെ കാരണം. ഞാൻ ഇന്നലെ എന്താണ് ഒരു കേസുമായിട്ട് ഇങ്ങനെ ഒരു കാര്യം, അപ്പൊ ഒരു തരത്തിലും ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു ഒരു വ്യക്തി ഞങ്ങളുടെ നാട്ടിൽ. അപ്പൊ ഞാൻ ആ കാര്യത്തിനൊക്കെ ഞാൻ പറഞ്ഞു, ചെയ്ത തെറ്റിന്റെ വലിപ്പം ഇത്തിരി കടുപ്പമുള്ളത്, അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പില് കരുണയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് തരും, ഉറപ്പാണ് തരും. അപ്പൊ ഞാനീ പറയാൻ പറ്റിയ ആളില്ല, മനസ്സിലായോ? ക്രിസ്ത്യാനിയാണ്. പക്ഷെ ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് അവരെ ഒന്ന് വിളിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമോ? പക്ഷെ അവരിപ്പോ ഒളിവിലാണ്. അപ്പൊ ഞാൻ അവരെ കോണ്ടാക്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അവരുമായിട്ട് അടുത്തുള്ള ആരെങ്കിലും എവിടെയും കിട്ടുമോ? ഒരു രക്ഷയില്ല, കാരണം അവരിപ്പോ ഒളിവിലായതുകൊണ്ട് പോലീസ് നിരീക്ഷണത്തിലൊക്കെ ആയതുകൊണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, അവരുടെ ഉള്ളില് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ, അതായത് നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാനുഷികമായ ട്രീറ്റ്മെന്റ് ചെയ്യും, അല്ലെ? അതെ. മാനുഷികമായ ട്രീറ്റ്മെന്റും പരാജയപ്പെട്ടു കഴിഞ്ഞാല് എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ചെറിയ പൊടിക്കൈയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ശുശ്രൂഷിച്ച് അതിനെ റിക്കവറി ആക്കാനൊക്കെ പരമാവധി ശ്രമിക്കും. പക്ഷെ അത് നടക്കണില്ല എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നം ഗുരുതരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ടെസ്റ്റുകൾ, ഡോക്ടേഴ്സ് കുറെ ടെസ്റ്റുകൾ എഴുതി തരും, അല്ലെ? ആ ടെസ്റ്റുകളെല്ലാം റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് നോക്കാന്ന് പറഞ്ഞ് നമ്മളെ വിടും. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന റിസൾട്ട് നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് ആശ്വാസമാണ്, പ്രതികൂലമാണെങ്കിൽ നമുക്ക് മനസ്സിനൊരു ഭയങ്കര ഭാരമൊക്കെ ആയിരിക്കും, അല്ലെ? അപ്പൊ ഇത് എപ്പോഴും എന്റെ ചിന്തകളിലേക്ക് വരുന്നൊരു കാര്യം ഞാൻ ഇന്നാളും ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. നമ്മളുടെ ശരീരത്തില് അതായത് നമ്മൾ എന്ന് പറയാൻ പോലും, ഞാൻ എന്ന് പറയാനായിട്ട് ദൈവം അനുവദിക്കണം. കാരണം നമുക്ക് ഒരു വ്യക്തിത്വം ഉണ്ട്. അത് പക്ഷെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, സ്വാതന്ത്ര്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു വ്യക്തമായ ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഒറ്റക്കല്ല എന്ന് വെച്ചാല് എന്നെ സൃഷ്ടിച്ച ദൈവം കഴിഞ്ഞിട്ടാണ് എന്നെ സ്വാധീനിക്കുന്ന എല്ലാവരും ഉള്ളത്, അല്ലേ? ആണോ? അതായത് കുറച്ചും കൂടി ക്ലാരിറ്റി പറഞ്ഞ്, ഞാനിപ്പോ എന്റെ അപ്പന്റെ അമ്മയുടെ ഒരു സ്നേഹത്തിന്റെ ഫലമായിട്ട് ഞാൻ ഉണ്ടായി. പക്ഷെ എന്റെ അപ്പനും അമ്മയും അല്ല എന്റെ ശരീരത്തില് എന്റെ ഓർഗൻസ് ഒക്കെ, ആന്തരിക അവയവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തത്, ആണോ? അല്ല. അവരിതൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലേ? അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. കുഞ്ഞ് വരുമ്പോഴേക്കും കുഞ്ഞിന് കയ്യും കാലും കണ്ണും മൂക്കും എല്ലാം ഉണ്ട്. പക്ഷെ ഇവരാരെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. രക്തം കൊടുത്തിട്ടുണ്ടോ? രക്തം കൊടുത്തത് എങ്ങനെയാ? രക്തം ഇപ്പൊ ദാനമായി ചെയ്തത് ദാനമായി കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ അമ്മയ്ക്കുള്ള രക്തം മക്കൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ ആവുന്നതാണ്. അല്ലാണ്ട് ദാനം അതൊരു ശാരീരികമായ ഒരു അവസ്ഥയുടെ രൂപാന്തരീകരണമാണ്, അല്ലാതെ അത് കൊടുക്കുന്നതല്ല. അത് അങ്ങനെയാണത്. അപ്പൊ അതിന്റെ പ്രോസസ്സിങ് അങ്ങനെയാ. അവ കൊടുത്തെന്ന് പറയാൻ പറ്റുമോ? ഒന്നും കൊടുത്തു വാങ്ങിക്കുന്നില്ല. ദൈവം ദാനമായി എല്ലാം ഇങ്ങനെ തന്നു കൊണ്ടിരുന്നു കൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്, അല്ലെ? നമ്മുടെ അപ്പനും അമ്മയുടെയും സ്നേഹം എന്നൊരു കാര്യം മാത്രമാണ് അവിടെ ഉള്ളത്, അല്ലെ? അതെന്താ? ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഓരോ കുടുംബങ്ങൾ ക്രിയേഷനിലേക്ക് വരുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാനെന്ന വ്യക്തിക്ക് സർവ്വതും ദൈവം എങ്ങനെയാ തന്നിരിക്കണത്? ഒന്നും തന്നെ ദൈവം ഇങ്ങനെ എന്താണ് കാശ് കൊടുത്തോ അല്ലെങ്കിൽ വില കൊടുത്തോ ഒന്നുമല്ല. ദൈവം ഫ്രീ ആയിട്ട് ഉപയോഗിച്ചു. നമ്മളിപ്പോ ഒരു ഡയാലിസിസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്രയോ കാശുകൾ വേണം. ഇപ്പൊ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോഴേക്കും അത് ഓഫർ ചെയ്യണം, അല്ലെ? ഒരു കിഡ്നി ഒരാൾ ഓഫർ ചെയ്യണമെങ്കിൽ, പിന്നെ രക്തം കൊടുക്കണമെങ്കിൽ, അതെല്ലാത്തിനും അത് ചെയ്യാനുള്ള ആള് വേണം. അതിന് കിഡ്നിയൊക്കെ അത് വിൽക്കാനും പിടിക്കാനും ഒക്കെ ആളുകൾ, അതിന്റെ ഒരു മാഫിയ തന്നെ ഉണ്ട്, അല്ലെ? ശരിക്കും പറഞ്ഞത് ആരെങ്കിലും ഉണ്ടാക്കുന്നതാണോ? മനുഷ്യന്റെ കൈവിരുത് കൊണ്ട് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഈ ലോകത്ത്. എല്ലാം ദൈവം ദാനമായി തന്നതാണ്, അല്ലെ? അതെന്തിന്റെ ബേസിലാണ്? ദൈവത്തിന്റെ കരുണയിൽ നിന്നാണ് നമ്മളുടെ ശരീരത്തിന്റെ ഓരോ ഞരമ്പുകളും ഓരോ നെർവുകളും നിലനിൽക്കുന്നത്. അപ്പോ ഇത് മനുഷ്യൻ എന്തെങ്കിലും കാര്യത്തിൽ അഹങ്കരിക്കാനുള്ള എന്തെങ്കിലും വകയുണ്ടോ? ഒരു വകയില്ല. വെറും ഒരു ഭിക്ഷക്കാരനേക്കാൾ ഭൂമിയിൽ ദൈവത്തിന്റെ മുമ്പിൽ യാചിക്കാൻ മാത്രമേ മനുഷ്യന് അർഹതയുള്ളൂ. പക്ഷെ ഇന്നങ്ങനെയാണോ? അല്ല. ദൈവത്തിന്റെ മുമ്പില് അഹങ്കാരത്തിലും അന്ധതയിലും അനുസരണക്കേടിലും ഒക്കെയാണ് മനുഷ്യര് ദൈവത്തെ വെല്ലുവിളിച്ചും കൂടിയാണ് ജീവിക്കുന്നത്. അപ്പോ ഇത് പിശാചിന് വലിയ പണിയൊന്നും എടുക്കേണ്ടി വരുന്നില്ല, അല്ലെ? പിശാചിന് ഒരു പണിയും എടുക്കേണ്ട. അവൻ അവന്റെ കുഴി അവൻ തന്നെ ചകഞ്ഞ് കുഴി വലുതാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് മനസ്സിലാക്കണം, നമ്മളുടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന ഓരോ സെക്കൻഡും ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്.
അത് അതിന് ഈ കരുണ കാണിക്കാൻ കാരണം എന്താണ്? ദൈവം ഒരു വ്യക്തിയില് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന ആയുസ് വരെ നിൽക്കണം എന്ന് ദൈവത്തിന്റെ ഒരു ആഗ്രഹമുണ്ട്. അതിൽ കൂടി ദൈവത്തിന്റെ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കാനുണ്ട്. അപ്പൊ അത് നടപ്പാക്കാൻ വേണ്ടി മനുഷ്യര് അതിനോട് സഹകരിക്കാത്തത് കൊണ്ട് ദൈവം കൂടുതൽ കൂടുതൽ കരുണ നമ്മളോട് പ്രദർശിപ്പിക്കും. അല്ലാതെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ജീവിത വിശുദ്ധി കൊണ്ടോ ഒന്നും നമ്മൾക്ക് അല്ല ദൈവം ആയുസ് നീട്ടിത്തരുന്നത്. ദൈവത്തിന്റെ ഈ വാഗ്ദാനം ഒന്ന് നിറവേറ്റണം. അതിനു വേണ്ടി എന്ത് ചെയ്യും? കരുണ തന്ന് ഒറ്റി വളർത്തുകയാണ്. നമുക്ക് ഈശോന് നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകത്തില് 40-ാമത്തെ അധ്യായത്തില് 29-ാമത്തെ തിരുവചനം. തളർന്നവന് കർത്താവ് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. അതായത് തളർന്നവന്, ഇപ്പൊ നമ്മളൊരു മാനസികമായ തലത്തില് നമുക്ക് തളർന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ശക്തിയുള്ള ഒരാളോട് ഇപ്പൊ ഒരു കൃപ, നമുക്കൊരു നിരാശ വന്ന് മനസ്സിന്റെ വലിയ ഒരു തളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാശയാണ് അല്ലെ? അപ്പൊ ഈ നിരാശയിൽ നിന്നൊന്ന് റിക്കവറി ആവണം. നിരാശ എന്നൊരു അന്ധകാരമാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഭയങ്കരമായിട്ട് നമ്മളുടെ എല്ലാ മേഖലകളെയും ദുർബലമാക്കുന്ന ഒരു അവസ്ഥയാണ് നിരാശ, തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇതിൽ നിന്നൊന്ന് ഒരു ഉയർച്ച വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്വന്തമായിട്ട് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നിരാശപ്പെടില്ലായിരുന്നു, അല്ലേ? നമുക്ക് സ്വന്തമായിട്ടൊരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ഉണർന്നു തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ തളർന്നു പോയി, നമ്മുടെ കയ്യിൽ നിന്ന് ശക്തി പോയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ തളർന്നവന് ആര് തരണം? ശക്തിയുള്ളവന്റെ കയ്യിൽ നിന്നല്ലേ നമുക്ക് ശക്തി ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ശക്തിയുള്ളവന്റെ കയ്യിൽ നിന്നല്ലേ നമുക്ക് ശക്തി ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ തളർന്നവന്റെ കയ്യില് തളർച്ചയാണ്, കയ്യില് ബലമില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ഇന്ന് തന്നെ ഒരു വീഡിയോ കണ്ടു. ഒരു കൊച്ചെന്ന് വെച്ചാൽ ഒരു 10-15 വയസ്സെങ്കിലും ഉണ്ടാവും. പക്ഷെ ഒരു അമ്മയുടെ അത്ര വലുതായി പയ്യൻ. പക്ഷെ അരക്ക് കീഴ്പോട്ട് തളർന്ന ഒരു ഓട്ടിസ്റ്റിക്കാന്ന് തോന്നുന്നു. അപ്പോ ആ അപ്പൻ കാലയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അമ്മ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഈ മുട്ടിങ്ങനെ തളർന്ന് വാടി ഇരിക്കുന്ന ചീരത്തണ്ട് പോലെ ഈ മകന്റെ ഈ അരയുടെ താഴത്തോട്ട് ഇങ്ങനെ തളർന്നിരിക്കുക. അപ്പൊ അപ്പൻ കാലയിൽ ഇങ്ങനെ ബലത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, അമ്മ കയ്യിലും പിടിച്ച് ഇങ്ങനെ പൊക്കുന്നുണ്ട്. അപ്പൊ കാലേന്ന് അപ്പൻ കൈ വിട്ടിട്ട് മുട്ടിന് ബലം കൊടുക്കും. മുട്ടിന് ബലം കൊടുക്കുമ്പോൾ മുട്ടൊരു ഇച്ചിരി ബലത്തോടെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അരക്ക് ബലം കൊടുക്കും. അരക്ക് ബലം കൊടുക്കുമ്പോ ഈ കൊച്ചിന് കുറച്ചും കൂടി നിവർന്ന് നിൽക്കാൻ പറ്റുന്നു. അപ്പൊ അമ്മ ഈ കൈ പിടിച്ച് നല്ല ഉയർത്തി പിടിക്കുന്നു. എന്നിട്ട് അമ്മ ഈ നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഒരു മകനെ കിട്ടുമ്പോ അമ്മയുടെ അത്ര തന്നെയുണ്ട് ഈ മകൻ. കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്ന ഒരു ഒരു വീഡിയോ. അപ്പോ ശരിക്കും പറഞ്ഞാ നമുക്ക് സങ്കടം വന്നു പോയി. കാരണം ഇത്രയും തളർന്ന് കിടക്കുന്ന കാല്, ഒരു ബലം നമുക്കൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ വില അറിയില്ല. മക്കളൊക്കെ കൈയും കാലൊക്കെ, ഞാൻ ഇടയ്ക്കൊക്കെ പറയും, ഈ മക്കൾ ഇങ്ങനെ ഓടുമ്പോ പറയുന്ന അനുസരിക്കാണ്ട് കിടന്ന് ഓടുമ്പോ ഞാൻ പറയും, നിന്റെ കയ്യോ കാലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റി പെരക്കാത്ത കിടക്കണ നല്ലത്. എനിക്ക് അത്ര സമാധാനമായിട്ട് പെരക്കാതിരിക്കാലോ. ഇവര് പുറത്തോട്ട് പോയാല് നമുക്ക് ഇവര് പോകുന്ന വഴി എന്താണ്, എവിടെയാണ് എന്നൊക്കെ അറിയില്ല. ഇന്നലെ ഞാൻ മൂന്നാർ പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു മൂന്നാർ പോയിട്ട് ഒരു പയ്യൻ ഞങ്ങളുടെ കുറച്ച് അകലെയായിട്ട് പോയിട്ടൊരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഇപ്പൊ വർഷങ്ങളായി ഇങ്ങനെ കിടക്കുകയാണ്. കാരണം ഇവര് വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാനോ സമാധാനമായിട്ട് ഇരിക്കാനോ പറ്റില്ല. പിന്നെ ദൈവത്തിലുള്ള ഒരു ആശ്രയം കൊണ്ട്, ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുന്നുണ്ട് ഒരു ആശ്വാസമെങ്കിലും നമ്മളുടെ ഒരു സഹായതയില് ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുക എന്നല്ലാണ്ട് വേറെ ഒരു സൊല്യൂഷൻ നമുക്കില്ല. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ഇവൻ എന്നോട് ഇങ്ങനെ മത്സരിക്കുക, ഞാൻ പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവിന് പോകാതിരിക്കാനുള്ള എന്തെങ്കിലും തടസ്സം കൊടുക്കണേന്ന്. അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഭയങ്കര ചുമയും ബഹളവും. നമ്മുടെ പ്രാർത്ഥന ഫലിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ
പ്രാർത്ഥന എന്ന് വെച്ചാൽ ഇവരുടെ ഈ പ്രായത്തിന്റെ അവസ്ഥയിൽ കൂടി അവര് പോകുമ്പോ അവർക്കറിയില്ല ആ ഒരു ശുഷ്കാന്തിയും ചുറുചുറുക്കോടെ കൂടിയൊക്കെ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. വെറുതെ എവിടം വരെ പോയി തിരിച്ചു വരിക എന്നല്ലാണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് അവർക്ക് മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബലം പിടിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആശ്വാസം. അപ്പൊ കർത്താവിന് ഞാൻ കൊടുത്തു, കർത്താവ് എന്തെങ്കിലും ഒന്ന് സഹായിക്ക്, കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ തളർന്നു പോകും. നമുക്ക് ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ തളർന്നു പോകും. അനുസരണക്കേടുള്ള മക്കളുണ്ടെങ്കിൽ നമുക്ക് മാനസികമായി ഭയങ്കര തളർച്ചയും നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ഭയങ്കരമായ അനുസരണക്കേടെന്നല്ല, നമ്മൾക്ക് നമ്മുടെ ഒരു ചിന്തയുണ്ടല്ലോ, അവരുടെ പ്രായം ശരിക്കും പറഞ്ഞ പിശാചിന് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രായം, പിശാചിന് അവരെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റിയൊരു പ്രായമൊക്കെ കടന്നു പോവുക, ഒരു മെച്യൂരിറ്റിയിലേക്ക് ആവുക. ഒരു 10-22 വയസ്സ് വരെ നമുക്കൊരു മാനസികമായി ഇവരെ കുറിച്ച് ഈ യുവജന തലമുറകളിൽ വരുന്ന അപകടകരമായ പ്രായ അവസ്ഥയിൽ നിന്നും തരണം ചെയ്യുക എന്ന് പറഞ്ഞൊരു സ്വന്തമായിട്ട് കാല് നിൽക്കാനുള്ള ഒരു മെച്യൂരിറ്റി വരുമ്പോഴാണ് അവർക്ക് ജീവിതത്തെ കുറിച്ച് കുറച്ചും കൂടി ബോധം ഉണ്ടാവണം. അല്ല അത്രയും കാലം അവര് സ്വാതന്ത്ര്യത്തിങ്ങനെ പറന്ന് കളിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ നമുക്ക് വേറെ പ്രത്യേകിച്ച് അധികമായിട്ടൊന്നും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കർത്താവിനോട് പറഞ്ഞു കൊടുത്ത് കർത്താവിനെ ഏൽപ്പിക്കുക. അപ്പോ അവിടെ ഒരു കർത്താവിന് ഇതിനെ എല്ലാ മേഖലകളിലും തൊടാനും തടസ്സം നിൽക്കാനും ഒക്കെ സാധിക്കുന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് കർത്താവ് അവിടെ മേഖലകളിൽ ഇടപെടുന്നുള്ള ഒരു ശക്തിയെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇന്ന് വരെ ദൈവത്തിന്റെ കൃപയാലല്ല സഹായിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളുടെ ഈ ചെറിയ ജീവിതത്തിലെ പല മേഖലകളിലും നമുക്ക് ഈ തളർന്നു പോകുന്ന ജീവിതത്തിന്റെ രോഗമായിരിക്കാം, ചിലപ്പോൾ ചിലവരുടെ വാക്കുകൾ കൊണ്ടായിരിക്കാം, നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ചില പ്രവൃത്തികളോ സംസാരങ്ങളോ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളോ പലവിധ അവസ്ഥകളിൽ കൂടി പോകാം. പക്ഷെ നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ആയുധമില്ല. നമ്മുടെ കയ്യില് അതിനുള്ള ശക്തിയില്ല. എവിടെ നിന്ന് കിട്ടണം? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോട് ചോദിക്കണം. അല്ലാണ്ട് അപ്പുറത്തിപ്പുറത്തോ ചെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പുറത്തിപ്പുറത്തുള്ള ആൾക്കാർ ഈ വിവരം അറിഞ്ഞ് പുറത്തറിഞ്ഞ് അവരോട് ഇവരോടൊക്കെ പറഞ്ഞു കൊണ്ട് അത് കുറച്ചുകൂടി പ്രതിസന്ധിയെ അത് നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിരിക്കും. പക്ഷെ അത് അപ്പുറത്തിപ്പുറത്തൊക്കെ ചെന്ന് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീർപ്പിച്ച് അത് ആ ഒരു പ്രശ്നം വലുതാക്കിയെന്നല്ലാണ്ട് മറ്റുള്ളവർക്ക് അതിനെ കൊണ്ടൊരു സഹായം നമ്മളുടെ ജീവിതത്തിൽ തരാൻ സാധിക്കില്ല. ഒരു നോർമലി മനുഷ്യരുടെ കാര്യം അതാണ്. പക്ഷെ നമ്മൾ ആദ്യം ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിച്ചിട്ട് നമ്മള് കർത്താവിന്റെ മുമ്പില് സ്വസ്ഥമായിട്ട് ഒന്ന് മനസ്സൊന്ന് കൊടുക്കുക. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കുക എന്നല്ല. നമ്മുടെ ചിന്തയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കള്, ജീവിതങ്ങള്, സങ്കടങ്ങള്, വേദനകള്, ശത്രുക്കള്, രോഗങ്ങള്, നമ്മൾക്കെതിരെ നിൽക്കുന്ന ചിലപ്പോൾ വാക്കുകളായിരിക്കാം, നമുക്കെതിരെ നിൽക്കുന്ന പദ്ധതികളായിരിക്കാം. അത് ഏത് അവസ്ഥകളാണ് നമ്മൾ അറിഞ്ഞാൽ ഇപ്പൊ ഞാന് എന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പലപ്പോഴും പല സമയങ്ങളിലും എനിക്ക് അങ്ങനെ ഒത്തിരി സങ്കടങ്ങൾ വന്നപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, കർത്താവേ, അവര് ഈ എനിക്കെതിരെ പറയുന്ന വാക്കുകള് അവരുടെ ചിന്തയിൽ വന്നപ്പോഴേ കർത്താവ് അത് കേട്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ടും എനിക്കത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന് വേണമെങ്കിൽ തടസ്സം നിൽക്കാമായിരുന്നു, അവർക്കെതിരെ കർത്താവിന്റെ കരമുയർത്താമായിരുന്നു. പക്ഷെ അത് എന്റെ അടുത്തേക്ക് വന്നു, ഞാനത് കേട്ടു, ഞാനത് അനുഭവിച്ചു, ഞാനത് വേദനിച്ചു. എന്നിട്ടും കർത്താവ് അനങ്ങിയില്ലല്ലോ. എന്നിട്ടും എനിക്ക് വേണ്ടി നിലകൊണ്ടില്ലല്ലോ. അപ്പോ കർത്താവ് അവരെയാണോ സ്നേഹിക്കുന്നത്, എന്നെയാണോ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഞാൻ എന്റെ സ്വഭാവം കൊണ്ട് എന്റെ ജീവിത ഇതില് എന്റെ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ ചോദിക്കും. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, കർത്താവ് അവരെ അഴിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്റെ ദൈവത്തെ മുറുകെ പിടിക്കാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയെ എന്റെ ജീവിതത്തിൽ കൂടി മനസ്സിലാക്കാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം എന്നിൽ വെളിപ്പെട്ട് കിട്ടാനും സമയമെടുക്കുമായിരുന്നു. മനസ്സിലായോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മള് ആ പ്രശ്നങ്ങളുടെ മുമ്പില് ദൈവമെല്ലാം കണ്ടു കേട്ടു, എന്നിട്ടും എനിക്കെതിരെ അവര് വന്നു, നമുക്കെതിരെ പ്രവർത്തിച്ചു, നമുക്കെതിരെ പദ്ധതി ഇട്ടു, നമുക്കെതിരെ നിലകൊണ്ടു, അവരെയൊക്കെ കർത്താവ് സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചു. എന്നിട്ടും അവർക്ക് വേണ്ടി തന്നെ ഇപ്പോഴും നിലകൊള്ളുക. എന്നിട്ടും ഞങ്ങൾ ഇരുന്ന് വേദനിക്കുന്നത് ഈ ദാവീദിന്റെ സങ്കീർത്തനങ്ങളില് ഈ വചനങ്ങള് അത് 70-ാമത്തെ അധ്യായത്തിലും 71-ലും ഒക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷെ
എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞാല് കൂടുതല് നമ്മളുടെ ജീവിതത്തില് ദൈവം ആഗ്രഹിക്കുന്ന ചില പദ്ധതികൾ, പദ്ധതികൾ എന്ന് പറഞ്ഞാല് ഒരു തരത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ അല്ലെ. പദ്ധതികൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കേണ്ട വാഗ്ദാനങ്ങള് പെൻഡിങ് കിടക്കുകയാണ്. മനസ്സിലായോ? അതെ ഈ പെൻഡിങ് ഒന്ന് മാറ്റണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വഴി കൂടി സ്മൂത്ത് ആയിട്ട് ഒരു കാര്യവും നടക്കില്ല അല്ലെ. അപ്പൊ ഇവിടെ ഒരു വലിയൊരു വഴിവെട്ടാണ് നമ്മളുടെ ജീവിതത്തില് ഈ തളർച്ച. ഈ തളർച്ച വരുന്നതിന്റെ ഒരു വലിയൊരു കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകാനിരിക്കുന്ന മഹത്വത്തിന്റെ, ശക്തിയുടെ, അനുഗ്രഹത്തിന്റെ ഒരു വഴിവെട്ടാണ്. അതുപോലെ ദുർബലനാണെന്ന് ഞാൻ തിരിച്ചറിയണം. എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് ഞാൻ എന്ന വ്യക്തി തിരിച്ചറിയണം. മനസ്സിലായോ? അതെ ഇത് മനസ്സിലാകാത്തിടത്തോളം കാലം നമ്മളുടെ ബുദ്ധിയും കഴിവും സ്വാധീനവും അതുപോലെ സ്ഥാനമാനങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും എടുത്ത് സാധിക്കുന്നത്ര ഉപയോഗിക്കും അല്ലെ. ഇപ്പൊ ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ മുകളിലിരിക്കുന്ന ആളെ സ്വാധീനിക്കും, അല്ലെങ്കിൽ അതിന്റെ മുകളിലിരിക്കുന്ന ഇപ്പൊ ഹൈക്കോടതിയിൽ തള്ളിക്കളഞ്ഞ കേസാണെങ്കിൽ സുപ്രീം കോടതിയിലോട്ട് പോകും അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ കേസുകൾ ഇതിങ്ങനെ നടക്കും. ഓരോ കേസുകൾ അങ്ങനെ, അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വാധീനങ്ങൾ അങ്ങനെ എല്ലാം ഇങ്ങനെ നടക്കും. പക്ഷെ നമ്മള് ഇതിന്റെയൊക്കെ മുകളിൽ എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ നിൽക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ശക്തി നമുക്ക് വീണ്ടെടുക്കാൻ പറ്റില്ല അല്ലെ. തളർന്നിരിക്കുന്നത് തളർന്നു തന്നെ ഇരിക്കും അല്ലെ. കാരണം എന്താ, നമ്മളുടെ ബുദ്ധിയിലാണ് നമ്മൾ ജീവിച്ചത്. ഞാൻ ഈ 33 വർഷം എന്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ എല്ലാ മേഖലകളെയും ഞാൻ അളന്ന് തൂക്കിയത്, എല്ലാ കാര്യങ്ങളിലും. പക്ഷെ എന്നിട്ടും ദൈവം നമ്മളെ നശിപ്പിച്ചു കളഞ്ഞില്ല എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെ. എന്റെ ലൈഫിൽ ഞാൻ എന്റെ കാര്യമാ പറഞ്ഞ കേട്ടോ, നിങ്ങളുടെ കാര്യമല്ല. എന്റെ കാര്യം, അതായത് 33 വർഷം എനിക്ക് നല്ല കൃത്യമായിട്ട് നല്ല ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ അത് എടുത്ത് തന്നെ പറഞ്ഞത്. 33 വർഷം കൊണ്ട് എന്റെ ബുദ്ധി കൊണ്ട് ജീവിച്ചിട്ട് എന്നെ ദൈവം എന്റെ ജീവിതത്തില് സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്നെ നശിപ്പിച്ച് കളയാമായിരുന്നു, എന്നെ ഇല്ലാതാക്കാമായിരുന്നു. ദൈവത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എന്താ അങ്ങനെ ചെയ്താല് ദൈവത്തിന് നടക്കേണ്ടതായ ദൈവീക പദ്ധതികള് എനിക്കറിയില്ല. എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ അന്ന് ആ ഒരു ചിന്തയില് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഭൂമിയില് വരാനിരിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും വരാനിരിക്കുന്ന എല്ലാ ദുരിതങ്ങളെയും പരിശുദ്ധ മറിയം ഹൃദയത്തിൽ കണ്ട് സംഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് പക്ഷെ നമുക്കൊന്നും അതിനുള്ള കഴിവില്ല. പക്ഷെ എങ്കിലും നമ്മളത് പല മേഖലകളിൽ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. കടന്നു പോവുക എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഒരു മറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ മേഖലകളെ കടന്നു പോകാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചത് അല്ലെ. അതെ 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 പല അവസ്ഥകളും നമ്മളെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധ മറിയം അങ്ങനെയല്ല. എന്താണ്, ആയിരിക്കുന്ന അവസ്ഥയിലെല്ലാം കണ്ണുകൊണ്ട് കണ്ടും കേട്ടും മനസ്സിലാക്കിയും അത് ഗ്രഹിച്ചുമാണ്. നമുക്കിപ്പോ ഇന്ന് എന്നോട് പറയാണ്, ഒരു 3 വർഷം കഴിയുമ്പോ ഒരു വ്യക്തി എന്നോട് പറയുന്നത് 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വലിയൊരു ആക്സിഡന്റ് വരും. അപ്പൊ നമുക്ക് വഴിയിലോട്ട് ഇറങ്ങാൻ തന്നെ എന്തായിരിക്കും, ഭയമായിരിക്കും അല്ലെ. എപ്പോ ഇറങ്ങിയാലും ഈ ആക്സിഡന്റിന്റെ ശബ്ദം, അല്ലെങ്കിൽ ആക്സിഡന്റ് ആകും എന്നുള്ള ഒരു ചിന്തയോടുകൂടി പിന്നെ നമുക്ക് പുറത്തിറങ്ങാനല്ല, നമുക്ക് പിന്നെ വണ്ടി കാണുമ്പോൾ പേടി, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലും ആക്സിഡന്റിൽ മൂലം ഞാൻ മരിക്കുന്നു, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ്. പക്ഷെ പരിശുദ്ധ മറിയം അങ്ങനെയല്ല. എല്ലാം കണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചൊരു വ്യക്തിയാണ്. എത്രമാത്രം സങ്കടങ്ങളും വേദനകളും ഹൃദയത്തിൽ ഒതുക്കി വെച്ചിട്ടാണല്ലേ ഭൂമിയിൽ ജീവിച്ചത്. പക്ഷെ അമ്മയ്ക്ക് നിരാശ എന്ന് പറയുന്ന ഒരു സംഭവം അമ്മയുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ നിഴൽ പോലും ഏശിയിട്ടുണ്ടായിരുന്നു. അതാണ് മറിയത്തിനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയില്ല. ദൈവത്തിനല്ലാതെ മറിയത്തെ തോൽപ്പിക്കാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല. അതാണ് നമ്മൾക്ക് ഇത്രമാത്രം ബലം. ഈ ബലത്തെ നമുക്ക് പൂർണ്ണമായും നമുക്ക് സ്വീകരിക്കുവാനും സ്വാധീനിക്കുവാനും ദൈവം തന്നൊരു വാഗ്ദാനമാണ്. എങ്ങനെ? പുരുഷന്റെ ചുവട്ടിൽ വെച്ച് മറിയത്തെ നമുക്ക് തന്നപ്പോ ഈ ബലവും ഈ ഒരു ശക്തിയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ.
കുരിശിന്റെ അനുഗ്രഹത്താലും കുരിശിന്റെ കൃപയാലും കുരിശിന്റെ മഹത്വത്താലും അല്ലെ, കുരിശ് ഈശോ കയറിയിരുന്നില്ല എങ്കിൽ കുരിശ് എന്താകുമായിരുന്നു? ശപിക്കപ്പെട്ട ഒരു കഴുമരം മാത്രമായി മാറുമായിരുന്നു. പക്ഷെ ഇന്ന് കുരിശ് കണ്ടാല് പേടിക്കുന്നത് ആരാണ്? സാത്താൻ, ഈ ലോകത്തിന്റെ ദുഷ്ടാരൂപി കുരിശ് എവിടെ കണ്ടാലും പേടിച്ചോടുന്നു അല്ലെ. അപ്പൊ അതാണൊരു വ്യത്യാസം. ആ ഒരു ശപിക്കപ്പെട്ട ലോകം ശപിക്കപ്പെട്ടതാക്കി മാറ്റിയിട്ട ഒരു സംഭവം, ഒരു വസ്തുവിനെ ക്രിസ്തു വന്ന് അതുമേൽ കയറിയപ്പോൾ, അതാണ് എന്റെ ഉള്ളിൽ ഈശോ വന്ന് കയറുമ്പോ ഞാനല്ല, പിന്നെ ആരായി മാറുന്നു? എനിക്ക് ബലമുണ്ട്, എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് കൃപയുണ്ട്, എനിക്ക് അഭിഷേകമുണ്ട്, എന്നിൽ പലതും ഉണ്ട് എന്ന് എനിക്കൊരു തെളിച്ചവും അതൊരു അനുഭവവും ആക്കി മാറുകയാണ് അല്ലെ. ഇതൊന്നും നമ്മൾ അറിയാതെ ക്രിസ്തീയ സമൂഹം ഇങ്ങനെ ഒരു ചതഞ്ഞ് എന്ന മട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് പ്രലോഭകൻ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ദാരുണമായി അവന്റെ സാമ്രാജ്യത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ തളർച്ച വരുന്നത് എന്തിനാ? നല്ലതിനാ. ദുർബലമാകുന്ന എന്തിനാ? നല്ലതിനാ. കാരണം എന്താ? നമ്മുടെ ഉള്ളില് ഉള്ള ദൈവിക മഹത്വത്തെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇതെല്ലാം അനിവാര്യമാണ്. കാരണം ദൈവം തരാനായിട്ട് തന്നത് നശിപ്പിച്ചു കളഞ്ഞത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ഇന്നൊരു വാർത്ത ഞാൻ കേട്ടെന്ന് വെച്ചാല്, ഒരു ശതകോടീശ്വരിയാണ്. പക്ഷെ 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം ഭർത്താവ് തന്റെ കുഞ്ഞിനെ കാണാൻ വന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കാണാതിരിക്കാനായിട്ട് ഇഞ്ചിഞ്ചായി കൊന്ന് ബാഗില് പാക്ക് ചെയ്തു. ഇത്ര ദാരുണമാണല്ലേ. ഈ ഇത്രയും വിവരവും ബുദ്ധിയും ബോധമുള്ള ഒരു ശാസ്ത്രജ്ഞ, ഒരുപാട് പഠിച്ചൊരു സ്ത്രീയാണ്. പക്ഷെ അവരുടെ ആ ഒരു മാനസികമായ അവസ്ഥയുടെ ദുരന്തം എത്ര നീചമായിട്ടാണ് അവരെ പിശാച് ഉപയോഗിച്ചത് അല്ലെ. ഇത്തിരിയെങ്കിലും ബോധം, ഒരു തരിമ്പെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞാണ്. അപ്പൊ വൈരാഗ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ അന്ധതയെ കൂടുതൽ ഇരുട്ടിലേക്ക് കൊണ്ടുപോകും. വെറുപ്പെന്ന് പറയുന്നത് നമ്മളെ മരണം കാണുന്നത് വരെ ലോകത്തിന്റെ മുമ്പില് കഠിനമായ അപമാനത്തിനും അവഹേളനത്തിനും നമ്മളെ ശരീര സ്വഭാവം അതനുസരിച്ച് പ്രവർത്തിക്കും. എന്താണ്? അപ്പൊ നമ്മളെ മോഷ്ടിക്കും, നശിപ്പിക്കും, പിന്നെന്താ, ദാരുണമായി കൊന്നുകളയും. നല്ലൊരു മരണം പോലും കിട്ടില്ല. അപ്പോ നമുക്ക് പ്രത്യാശിക്കാനും പ്രതീക്ഷിക്കാനും ഈ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ ഒരു ഭീകരമായ സങ്കടങ്ങളിലേക്കാണ് ഓരോ ദിവസവും കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? എത്രയോ കുഞ്ഞുങ്ങളാണ് അങ്ങനെ ഓരോരുത്തരുടെ സ്വാർത്ഥത കൊണ്ട് സ്വന്തം അപ്പനും അമ്മയും മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ മൃഗീയത എത്രമാത്രം വലുതായി എന്നുള്ളതാണ്. മനുഷ്യന്റെ ഹൃദയം മൃഗങ്ങൾക്ക് പോലും. ഈ കഴിഞ്ഞ ദിവസം ഒരു പൂച്ച പട്ടീനെ ഒരു കുഴിയിൽ വീണപ്പോഴേക്കും പൂച്ച പട്ടീനെ രക്ഷിക്കുന്നു. ആജന്മ ശത്രുക്കളാണ് പൂച്ചയും പട്ടിയും. പക്ഷെ ഈ പട്ടിക്കുഞ്ഞിനെ പൂച്ച വലിച്ചു കയറ്റുകയാണ് അങ്ങോട്ട്. ഈ ലോകത്ത് മൃഗങ്ങൾക്ക് പോലും അവരുടെ സ്വഭാവ സവിശേഷത മറന്ന് പരസ്പരം സഹായിക്കാനുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ മൃഗങ്ങൾക്ക് തുല്യം പോലും വെക്കാൻ പറ്റാത്ത വിധം മനുഷ്യര് അധപതിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ ചിന്തകള് തളർന്നു പോകുമ്പോ നമ്മുടെ ഉള്ളില് അന്ധകാരം ഭീകരമായി നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. നമുക്ക് പരസ്പരം നമ്മുടെ ജീവിത മേഖലകളെ ദൈവകരങ്ങളില്, അതായത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വ്യക്തി ദൈവത്തെ അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അവന്റെ ആത്മാവിന്റെ ഉടമസ്ഥത ഉടനെ തന്നെ പിശാച് കൈക്കലാക്കാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ കൃപയുടെ കൊളുത്ത് അവനിട്ട് വലിക്കാനായിട്ട്, അപകടം വരട്ടെ, മക്കൾക്ക് അപകടം വരണം, നല്ലതാണ്. കാരണം നമ്മൾ അത് ഓർത്ത് വിഷമിക്കണ്ട. കർത്താവിനെ ഏൽപ്പിച്ചിട്ട് അപകടം വരുന്നുണ്ടെങ്കിൽ കർത്താവ് സംരക്ഷിച്ചോളൂ. അവന്റെ ആത്മാവ് നഷ്ടപ്പെടില്ല. ജീവന്റെ മേലെ മാത്രമേ പിശാചിനെ കൈവെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആത്മാവ് എന്ന് പറഞ്ഞൊരു സത്യം നമുക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവന്റെ മേൽ കൈവച്ചാലും ആത്മാവ് രക്ഷിക്കപ്പെടാൻ സാധിക്കും. നമുക്ക് എപ്പോഴും ഇങ്ങനെ മക്കളെല്ലാം സേഫാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യര്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കും. പക്ഷെ അവർക്കൊന്നും ദൈവത്തെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. ദൈവത്തെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പരാജയമാണ്.
ഘട്ടങ്ങൾ വരുമ്പോഴാണ് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധവും ബുദ്ധിയൊക്കെ വെക്കുന്നത്. അപ്പൊ ഈ ദൈവിക കരുണയുടെയും വാഗ്ദാനങ്ങളെ കുറിച്ചുള്ള ബോധമില്ലാത്തപ്പോ ആ ആത്മാവ് ഒരു അന്ധകാരത്തിന്റെ, തളർച്ചയുടെ, നിരാശയുടെ ദുരന്തമുഖത്തിലേക്ക് പോകാൻ പോവുകയാണ്. അവിടെ എല്ലാം ഒരു തളർച്ച ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ, അവന്റെ ചിന്തകൾ ദൈവത്തിലേക്ക് ഉയർത്തുവാൻ ദൈവം കൊടുക്കുന്ന ഒരു എന്താണ് ഗോവണിയാണ്. ആ ഗോവണിയിലേക്ക് ചവിട്ടി കയറട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കായി ഞങ്ങൾക്കായി കർത്താവേ,